നമസ്കാരം, ചലഞ്ചർ ആപ്പിലെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ 2024 പരീക്ഷകളിൽ ചോദിച്ച കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു 2023 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിനെ ടോപ്പിക് അടിസ്ഥാനത്തിൽ ഡിസ്കസ് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അതിനൊരു സീരീസ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും എല്ലാ ദിവസവും ഈ സെഷൻ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ് എഴുതിയെടുത്ത് പഠിക്കുക. തീർച്ചയായിട്ടും 2024 LDC, LGS, CPO, LPUP, ഡിഗ്രി പ്രിലിംസ്, 10th പ്രിലിംസ് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും മാത്രമല്ല നിങ്ങൾ എഴുതാൻ പോകുന്ന മെയിൻസ് പരീക്ഷകൾക്കും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും ഈ സെഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, വിവിധ ടോപ്പിക്കുകളായിക്കൊണ്ട്, അതായത് ചരിത്രം, ജോഗ്രഫി, അതുപോലെ തന്നെ ഭരണഘടന, സാമ്പത്തിക ശാസ്ത്രം, സയൻസ് ആൻഡ് ടെക്നോളജി, അങ്ങനെ വിവിധ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2023 കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെഷനിലോട്ട് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിരന്തരം അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതേ സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പൊ ഈ സീരീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 2023 കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാ. ഓക്കെ, ചട്ടമ്പി സ്വാമി സമാധിയായതിന്റെ ശതാബ്ദി വാർഷികം ആചരിച്ചത് എന്ന്. ചട്ടമ്പി സ്വാമി സമാധിയായതിന്റെ ശതാബ്ദി വാർഷികം ആചരിച്ചത് എന്ന്. ഉത്തരം 2024. അപ്പൊ മനസ്സിലാക്കുക, ചട്ടമ്പി സ്വാമികൾ ഒക്കെ സമാധിയായതിന്റെ 100 വർഷം ശതാബ്ദി വാർഷികം ആചരിച്ചത് 2024 മനസ്സിലാക്കുക. ഈ സമാധി ശതാബ്ദിയോടനുബന്ധിച്ച് ചട്ടമ്പി സ്വാമിയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചത് എവിടെ? അടുത്ത ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. എന്താണ്? വള്ളിക്കുന്ന്. മനസ്സിലാക്കാം, ചട്ടമ്പി സ്വാമികളുടെ സമാധിയുടെ ശതാബ്ദിയോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? വള്ളിക്കുന്നം. ഒന്ന്. രണ്ടാമത്, ഇദ്ദേഹം ചട്ടമ്പി സ്വാമികൾ ജനിച്ചതെന്നാണ് 1853 ഓഗസ്റ്റ് മാസം 25-ാം തീയതി. നമ്മൾ നവോത്ഥാനത്തിൽ പഠിക്കുന്നയാളും ആ ഫാക്ട് ഇവിടെ കൂടെ ജസ്റ്റ് ഉറപ്പിച്ചു പഠിക്കുന്നു. അദ്ദേഹം സമാധിയായതെന്നാണ് 1924 മെയ് മാസം 5-ാം തീയതി. അപ്പൊ 1924 മെയ് മാസം 5-ാം തീയതി, 2024 മെയ് മാസം 5-ാം തീയതി 100 വർഷം തികയുന്നു. അതിന്റെ ശതാബ്ദി ആചരണമാണ് നമ്മൾ 2024 ആചരിച്ചത്. അതിന്റെ ഭാഗമായിട്ട് പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചത് വള്ളിക്കുന്നം. ഇനി ഇതേ വർഷം തന്നെ നമുക്ക് ഈ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് ഒരു ഫാക്ടും കൂടെ, ഒരു കറണ്ട് അഫയറും കൂടെ പഠിക്കാനുണ്ട്. ചട്ടമ്പി സ്വാമികളുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം നിർമ്മിക്കുന്നത് എവിടെയാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ചട്ടമ്പി സ്വാമികളുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം നിർമ്മിക്കുന്നത് എവിടെയാണ്? ഉത്തരം എന്താണ്? കണ്ണൻമൂല. ഈ കണ്ണൻമൂലക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താണ്? കണ്ണൻമൂലയും അതുപോലെ തന്നെയാണെങ്കിൽ ചട്ടമ്പി സ്വാമികളുടെ ജീവിതമായിട്ട് വലിയൊരു ബന്ധമുണ്ട് അല്ലെ? എന്താണത്? ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലമാണ് കണ്ണൻമൂല എന്ന് പറയുന്നത്. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലമാണ് കണ്ണൻമൂല. അപ്പൊ നമ്മൾ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് 2023-24 പ്രധാനപ്പെട്ട 2-3 കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നു. ഒന്നാമത്, അദ്ദേഹത്തിന്റെ സമാധിയുടെ ശതാബ്ദി ആചരിച്ചത് 2024 മെയ് മാസം 5-ാം തീയതി. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചത് വള്ളിക്കുന്നം. അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം നിർമ്മിക്കാൻ പോകുന്നത് എവിടെയാണ്? കണ്ണൻമൂല. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണ് കണ്ണൻമൂല എന്ന് മനസ്സിലാക്കുക. ചോദ്യം നമ്പർ 2. മുഗൾ ഗാർഡൻ എന്ന പേരിൽ പ്രശസ്തമായ രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടങ്ങൾ ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത്? വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. മുഗൾ ഗാർഡൻ എന്ന പേരിലുള്ള രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടങ്ങൾ ഏത് പേരിലോട്ടാണ് മാറ്റിയിരിക്കുന്നത്? ഉത്തരം അമൃത് ഉദ്യാൻ. എന്താണ്? അമൃത് ഉദ്യാൻ. മറക്കരുത്, അമൃത് ഉദ്യാൻ. ഓക്കെ, അമൃത് ഉദ്യാൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? രാഷ്ട്രപതി ഭവൻ ഡൽഹി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3. 2023 എത്രാമത്തെ സർവമത സമ്മേളനമാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്നത്? 2023 എത്രാമത്തെ സർവമത സമ്മേളനമാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നവോത്ഥാനം, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയർ ആണ്. എത്രാമത്തെയാണ്? 100ാമത്തത്. ഇതിന്റെ ഈ ഒരു വർഷം തന്നെയാണ്, 100 എന്ന് പറയുന്ന ഈ വർഷം തന്നെയാണ് ഈ ചോദ്യത്തെ യുണീക്ക് ആക്കുന്നത്, ഇമ്പോർട്ടന്റ് ആക്കുന്നത്. മനസ്സിലാക്കുക, 1924 ശിവരാത്രി നാളിലാണ് അദ്വൈതാശ്രമത്തിൽ വെച്ച് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആദ്യത്തെ സർവമത സമ്മേളനം നടന്നത്. ഓക്കെ, അതിനുശേഷം വർഷാവർഷം നടക്കുന്നു. 1924 ആദ്യം നടക്കുന്നു, 2024 നടക്കുമ്പോൾ അത് എത്രാമത്തെയാണ്? 100ാമത്തെയാണ്. അദ്വൈതാശ്രമം, ആലുവ അദ്വൈതാശ്രമം സർവമത സമ്മേളനം ആദ്യം നടന്നു 1924, 100ാമത് നടന്നു 2024. മറക്കരുത്. യെസ്. ഓക്കെ, യെസ്. 4ാമത്തെ ചോദ്യം. കാവുംബായി സമരത്തിന്റെ ഭാഗമായി പിതാവിനൊപ്പം സേലം ജയിലിൽ തടവിൽ കഴിഞ്ഞ
സ്വാതന്ത്ര്യ സമര സേനാനി 2023 മാർച്ചിൽ അന്തരിച്ചു. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? അപ്പൊ കാവുംബായി സമരം എന്നുള്ള ഒരു പുതിയ പേര് നമ്മൾ കേൾക്കാൻ പോവുകയാണ് അല്ലെ. പിന്നെ ഇവിടെ മരണപ്പെട്ട ഈ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഇദ്ദേഹം ആരാണ്? E.K. നാരായണൻ നമ്പ്യാർ. E.K. നാരായണൻ നമ്പ്യാർ. അപ്പോ ആർക്കെങ്കിലും ഈ പറയുന്ന കാവുംബായി സമരത്തെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പോയിന്റ് മനസ്സിലാക്കാം. എസ്പെഷ്യലി ഈ ഒരു കറണ്ട് അഫയറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കാവുംബായി സമരം. മനസ്സിലാക്കാം, ജന്മിത്വത്തിനെതിരെയും സാമ്രാജ്യത്വത്തിനെതിരെയും മലബാർ മേഖലയിൽ നടന്നിട്ടുള്ള ഒരു കാർഷിക കലാപമാണ് ഈ കാവുംബായി സമരം എന്ന് പറയുന്നത്. എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരം ഗ്രാമപഞ്ചായത്തിലെ കാവുംബായി ഗ്രാമത്തിൽ കണ്ണൂർ ജില്ല ശ്രീകണ്ഠപുരം ഗ്രാമപഞ്ചായത്തും കാവുംബായി എന്ന് പറയുന്ന ഗ്രാമത്തിൽ 1946 ഡിസംബർ 30 വർഷം ഓർത്തിരുന്നോണെ. 1946 ഡിസംബർ 30 കാവുംബായി കാർഷിക കലാപം നടന്നത്. ഇത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. AKG കുറിച്ച് അറിയാലോ. AKG ജീവിതകഥ അല്ലെങ്കിൽ ആത്മകഥയുടെ പേരെന്താണ്? എന്റെ ജീവിതകഥ അല്ലെ. AKGയുടെ ആത്മകഥയുടെ പേരെന്താണ്? എന്റെ ജീവിതകഥ. ഈ എന്റെ ജീവിതകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മലബാറിലെ ഒരു കാർഷിക കലാപം കൂടിയാണ് ഈ കാവുംബായി കലാപം എന്ന് പറയുന്നത്, കാവുംബായി സമരം എന്ന് പറയുന്നത്. ആ കാവുംബായി സമരത്തിന്റെ ഭാഗമായിട്ട് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് E.K. നാരായണൻ നമ്പ്യാർ. പിതാവിനോടൊപ്പം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. 2023 മാർച്ച് മാസത്തിൽ അന്തരിച്ചു. ആ കാരണത്താലാണ് നമ്മൾ ഈ കറണ്ട് അഫയർ പഠിക്കുന്നത്. മറക്കല്ലേ, 23 മാർച്ച് മാസത്തിൽ അന്തരിച്ച കാവുംബായി സമരത്തിൽ പിതാവിനോടൊപ്പം സേലം ജയിലിൽ ജയിൽവാസം അനുഭവിച്ച വ്യക്തിയാണ് E.K. നാരായണൻ നമ്പ്യാർ. സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. കാവുംബായി സമരം നടന്നത് 1946 ഡിസംബർ 30 കാർഷിക കലാപമാണ്. കണ്ണൂർ ജില്ലയിലാണ്, ശ്രീകണ്ഠപുരം ഗ്രാമപഞ്ചായത്തിലാണ്, കാവുംബായി ഗ്രാമത്തിലാണ് കേട്ടോ. AKGയുടെ ആത്മകഥയിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. നെക്സ്റ്റ് ചോദ്യം നമ്പർ 5. പ്രൈം മിനിസ്റ്റേഴ്സ് ലൈബ്രറി ആൻഡ് മ്യൂസിയം. എന്താണ് പ്രൈം മിനിസ്റ്റേഴ്സ് ലൈബ്രറി ആൻഡ് മ്യൂസിയം എന്ന് പേര് മാറ്റിയ മ്യൂസിയം ആൻഡ് ലൈബ്രറി ഏത്? അപ്പൊ അതായത് ഏത് മ്യൂസിയത്തിന്റെ പേരാണ്, ഏത് ലൈബ്രറിയുടെ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ലൈബ്രറി ആൻഡ് മ്യൂസിയം എന്നാക്കിയത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം എന്താണ്? നെഹ്റു സ്മാരകം മ്യൂസിയം ആൻഡ് ലൈബ്രറി. നെഹ്റു സ്മാരകം മ്യൂസിയം ആൻഡ് ലൈബ്രറി. അപ്പൊ മനസ്സിലാക്കുക, ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലുണ്ടായിരുന്ന ആ സ്മാരകം മ്യൂസിയം ആൻഡ് ലൈബ്രറി ആണ് പ്രൈം മിനിസ്റ്റേഴ്സ് ലൈബ്രറി ആൻഡ് മ്യൂസിയം എന്നുള്ള പേരിലോട്ട് മാറ്റിയിരിക്കുന്നത്. അറിഞ്ഞിരിക്കുക, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഇത്. ഈ ഔദ്യോഗിക വസതി മുമ്പ് അറിയപ്പെട്ടിരുന്നത് നെഹ്റു സ്മാരകം എന്നും അതുപോലെ തന്നെ നെഹ്റു മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്നൊക്കെ ആയിരുന്നു. അതിന്റെ പേര് എന്താക്കി മാറ്റിയിട്ടുണ്ട്? പ്രൈം മിനിസ്റ്റേഴ്സ് ലൈബ്രറി ആൻഡ് മ്യൂസിയം ആക്കി മാറ്റിയിട്ടുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് ആരാ മാറ്റുന്നത്? ഇതിനൊരു ട്രസ്റ്റ് ഉണ്ട്, ഒരു സൊസൈറ്റി ഉണ്ട്. ആ സൊസൈറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു സമിതിയാണ് ഇത് പേര് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചതെന്നും കൂടെ അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് 6ാമത്തെ ചോദ്യം. തെലങ്കാന സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ചവർക്കായി പണി കഴിപ്പിച്ച സ്മാരകത്തിന്റെ പേരെന്ത്? വളരെ പ്രധാനപ്പെട്ടതാണ്. തെലങ്കാന സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ചവർക്കായി പണി കഴിപ്പിച്ച സ്മാരകത്തിന്റെ പേരെന്ത്? എന്താണ്? അമരജ്യോതി എന്നാണ്. അമരജ്യോതി. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു സ്മാരകം വരുമ്പോൾ അതിനൊരു ഉദ്ഘാടനം നടന്നിട്ടുണ്ടാവില്ലേ? ആരാണ് ഇനാഗുറേറ്റ് ചെയ്തത്? മനസ്സിലാക്കുക, ഇത് അനാച്ഛാദനം ചെയ്ത ആരാണ്? അപ്പോഴത്തെ അതായത് കഴിഞ്ഞ വർഷത്തെ തെലങ്കാന മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ റാവു ആണ്. എന്നാൽ ഇലക്ഷൻ നടക്കുന്നു, ചന്ദ്രശേഖർ റാവുവിന്റെ ഗവൺമെന്റ് താഴെ പോകുന്നു, പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? കറന്റ് ചീഫ് മിനിസ്റ്റർ ആരാണ്? രേവന്ത് റെഡ്ഡി. അപ്പം ഇത് ഈ ഒരു മ്യൂസിയം അനാച്ഛാദനം ചെയ്ത ആരാണ്? ചന്ദ്രശേഖർ റാവു ആണ്. ഇതിന്റെ പേരെന്താണ്? അമരജ്യോതി എന്നാണ്. നിലവിലെ തെലങ്കാന ചീഫ് മിനിസ്റ്ററുടെ പേരെന്താണ്? രേവന്ത് റെഡ്ഡി. മറക്കല്ലേ, രേവന്ത് റെഡ്ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചോദ്യം നമ്പർ 7. 1ാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ സൈനികർക്ക് വേണ്ടിയുള്ള സ്മാരകമായ ഹീലിയോപോളിസ് കോമൺവെൽത്ത് യുദ്ധസ്മാരകം. എന്താണ്? ഹീലിയോപോളിസ് കോമൺവെൽത്ത് യുദ്ധസ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? എന്തുകൊണ്ടായിരിക്കും ഈ ചോദ്യം നമ്മൾ ഇപ്പോൾ ചോദിക്കാനുള്ള കാരണം? മനസ്സിലാക്കുക, 2023 ജൂൺ മാസത്തിൽ ഈ രാജ്യത്തിന്റെ തലസ്ഥാനം നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ സന്ദർശിച്ചിരുന്നു. മനസ്സിലാക്കുക, ആ രാജ്യം ഈജിപ്ത് ആണ്. ആ രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള കൈറോയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈജിപ്തിൽ 2023 ജൂൺ മാസത്തിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ സന്ദർശിക്കുന്നു. ആ സമയത്ത് കൈറോയിൽ അദ്ദേഹം ഈ ഹീലിയോപോളിസ് കോമൺവെൽത്ത് യുദ്ധസ്മാരകം സന്ദർശിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. മനസ്സിലാക്കുക, അപ്പൊ 1ാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ സൈനികർക്ക് വേണ്ടിയുള്ള യുദ്ധസ്മാരകം ഹീലിയോപോളിസ് കോമൺവെൽത്ത് യുദ്ധസ്മാരകം സ്ഥിതി ചെയ്യുന്നു കൈറോ ഈജിപ്ത്. യെസ്. നെക്സ്റ്റ്, സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യയായ
സിസ്റ്റർ നിവേദിതയുടെ പ്രതിമ സ്ഥാപിക്കുന്നത് ഇംഗ്ലണ്ടിൽ എവിടെയാണ്? ഈ സ്ഥലം എല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ്, ഒരു ഗെയിമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അറിഞ്ഞിരിക്കുക, വിംബിൾഡൺ മനസ്സിലാക്കുക. സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യയായ സിസ്റ്റർ നിവേദിതയുടെ പ്രതിമ സ്ഥാപിക്കുന്നത് ഇംഗ്ലണ്ടിൽ വിംബിൾഡണിലാണെന്ന് മനസ്സിലാക്കുക. സിസ്റ്റർ നിവേദിതയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 1-2 പോയിന്റ്സ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ നാമം എന്താണ്? മാർഗരറ്റ് എലിസബത്ത് നോബൽ. എന്താണ്? മാർഗരറ്റ് എലിസബത്ത് നോബൽ. 1. 2. അയർലൻഡിലെ അൾസ്റ്റർ ജില്ലയിലെ ഡൻഗാനൻ എന്ന സ്ഥലത്താണ് സിസ്റ്റർ നിവേദിത ജനിച്ചത്. അതായത് മാർഗരറ്റ് എലിസബത്ത് നോബൽ എന്ന യഥാർത്ഥ നാമമുള്ള സിസ്റ്റർ നിവേദിത ജനിച്ചത് അയർലൻഡിലെ അൾസ്റ്റർ ജില്ലയിലെ ഡൻഗാനൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവരുടെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടിലെ വിംബിൾഡണിലാണ് എന്നും കൂടെ അറിഞ്ഞിരിക്കണം. ഇതാണ് 8ാമത്തെ ചോദ്യം, ഈ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 8ാമത്തെ ചോദ്യം. ഇനി ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 9ാമത്തെ ചോദ്യം. നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക സാംസ്കാരിക പ്രവർത്തക ആര്? മനസ്സിലാക്കാം, ഈ സാമൂഹിക സാംസ്കാരിക പ്രവർത്തക കഴിഞ്ഞ വർഷം മരണപ്പെട്ടു, അന്തരിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അറിഞ്ഞിരിക്കേണ്ടതാണ്, ചോദിക്കാൻ നല്ല സാധ്യതയുള്ളതാണ്. ദേവകി നിലയങ്ങോട്. എന്താണ്? ദേവകി നിലയങ്ങോട്. അറിഞ്ഞിരിക്കുക, നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക സാംസ്കാരിക പ്രവർത്തകയും എഴുത്തുകാരിയുമായിരുന്നു ദേവകി നിലയങ്ങോട്. ഇവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് പുസ്തകങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവരുടെ ഒരുപാട് കൃതികളെ ഒറ്റ പുസ്തകമാക്കിയതാണ് കാലപ്പകർച്ചകൾ എന്ന് പറയുന്നത്. കാലപ്പകർച്ചകൾ എന്നുള്ള കൃതിയെക്കുറിച്ച് ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ടാണ് ഞാനത് പച്ച കളറിൽ കൊടുത്തിരിക്കുന്നത്. കാലപ്പകർച്ചകൾ, ദേവകി നിലയങ്ങോട് ഒരു കാരണവശാലും മറക്കരുത്. അവരാരായിരുന്നു? നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച സാംസ്കാരിക പ്രവർത്തകർ കേട്ടോ. അപ്പൊ കാലപ്പകർച്ചകൾ. പിന്നെ ഏതൊക്കെയാണ്? യാത്ര, കാട്ടിലും നാട്ടിലും, നഷ്ടബോധങ്ങളില്ലാതെ ഒരു അന്തർജനത്തിന്റെ ആത്മകഥ. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. നഷ്ടബോധങ്ങളില്ലാതെ ഒരു അന്തർജനത്തിന്റെ ആത്മകഥ. ഇതും എഴുതിയതാരാണ്? ദേവകി നിലയങ്ങോട്. അപ്പോ ഈ പുസ്തകങ്ങളിൽ കാലപ്പകർച്ചകളും അവസാനം പറഞ്ഞ ഈ പുസ്തകവും വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. മറക്കരുത്. യെസ്. നെക്സ്റ്റ് 10ാമത്തെ ചോദ്യം. അടുത്തിടെ ആഡംബര ഹോട്ടലായി പ്രവർത്തനം ആരംഭിച്ച 2ാം ലോക യുദ്ധകാലത്തെ ഓൾഡ് വാർ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? അപ്പൊ 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ ഓൾഡ് വാർ ഓഫീസ് റീസെന്റ് എന്താക്കി മാറ്റി? ആഡംബര ഹോട്ടലാക്കി മാറ്റി. ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ബ്രിട്ടൻ. മറക്കരുത്, ബ്രിട്ടൻ. ഈ ആഡംബര ഈ ഒരു ഓൾഡ് വാർ ഓഫീസിനാണെങ്കിൽ നമ്മുടെ ഒരു ആഡംബര ഹോട്ടലാക്കി മാറ്റിയത് ഏത് ഗ്രൂപ്പാണ്? ഹിന്ദുജ ഗ്രൂപ്പ് കേട്ടോ. യെസ്. നെക്സ്റ്റ് 11ാമത്തെ ചോദ്യം. രവീന്ദ്രനാഥ ടാഗോറിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ അർദ്ധകായ പ്രതിമ സ്ഥാപിച്ച രാജ്യമേത്? അപ്പൊ രവീന്ദ്രനാഥ ടാഗോറിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ അർദ്ധകായ പ്രതിമ സ്ഥാപിച്ച രാജ്യമാണ് വിയറ്റ്നാം. മറക്കരുത്. വിയറ്റ്നാമിലെ ബാക്നിൻ പ്രവിശ്യയിലെ അന്താരാഷ്ട്ര ഫ്രണ്ട്സ് പാർക്കിലാണ് ഈ രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. വിയറ്റ്നാമിലെ ബാക്നിൻ പ്രവിശ്യയിലെ അന്താരാഷ്ട്ര ഫ്രണ്ട്സ് പാർക്കിലാണ് ഇദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. മറക്കരുത് കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചു, സിസ്റ്റർ നിവേദിതയുടേത് എവിടെയാണ്? ബ്രിട്ടനിലെ വിംബിൾഡണിൽ. അതുപോലെ തന്നെയാണെങ്കിൽ രവീന്ദ്രനാഥ ടാഗോറിന്റേത് വിയറ്റ്നാമിൽ ബാക്നിൻ പ്രവിശ്യയിലെ അന്താരാഷ്ട്ര ഫ്രണ്ട്സ് പാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. ഐക്യരാഷ്ട്ര സംഘടനയുടെ അന്താരാഷ്ട്ര സയൻസ് കൗൺസിലിന്റെ ഏഷ്യ പസഫിക് ഉപദേശക സമിതിയിൽ അംഗമായ മലയാളി ആര്? ഐക്യരാഷ്ട്ര സംഘടനയുടെ അന്താരാഷ്ട്ര സയൻസ് കൗൺസിലിന്റെ ഏഷ്യ പസഫിക് ഉപദേശക സമിതിയിൽ അംഗമായ മലയാളി ആര്? ഉത്തരം എന്താണ്? ഫെലിക്സ് ബാസ്റ്റ്. എന്താണ്? ഫെലിക്സ് ബാസ്റ്റ്. മനസ്സിലാക്കാം, ഫെലിക്സ് ബാസ്റ്റ് ഈ ചുമതല വഹിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഫെലിക്സ് ബാസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്, ഇന്ത്യയുടെ അന്റാർട്ടിക്ക പര്യവേഷണ സംഘത്തിലെ അംഗം കൂടിയാണ് ഫെലിക്സ് ബാസ്റ്റ്. ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? ഐക്യരാഷ്ട്ര സംഘടനയുടെ യുഎൻഒയുടെ അന്താരാഷ്ട്ര സയൻസ് കൗൺസിലിന്റെ ഏഷ്യ പസഫിക് ഉപദേശക സമിതിയിൽ അംഗമായ മലയാളിയാണ്, ഇന്ത്യക്കാരനാണ് ഫെലിക്സ് ബാസ്റ്റ് എന്ന് മനസ്സിലാക്കുക. ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഫെലിക്സ് ബാസ്റ്റ്. ഇന്ത്യയുടെ അന്റാർട്ടിക്ക പര്യവേഷണ സംഘത്തിലും ഇദ്ദേഹം അംഗമാണ്. നെക്സ്റ്റ് ചോദ്യം നമ്പർ 13. വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആചരിച്ചത് എന്നാണ്. അറിയാലോ, പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, വലിയ രീതിയിലുള്ള ആചരണം ഉണ്ടായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആചരിച്ചത് 2024 മാർച്ച് മാസം 30ാം തീയതിയാണ്. വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. വൈക്കം സത്യാഗ്രഹം കേരള PSCക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, എത്ര തവണ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കാം, വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് മാസം 30ാം തീയതി. 2024 മാർച്ച് 30 ആകുമ്പോൾ അതിന് 100ാമത്തെ വാർഷികമായി. 2023 മാർച്ച് 30 ആകുമ്പോൾ 100ാമത്തെ വാർഷികമായി. അവസാനിച്ചത് 1925 നവംബർ 23-നാണ്. അതായത്
24 മാർച്ച് 30 ആരംഭിച്ച് 25 നവംബർ 23 അവസാനിച്ചാണ് ഏതെന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന്റെ മൊത്തം ദിനങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ 603 ദിനങ്ങളായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടൊക്കെ സത്യാഗ്രഹം ഇരുന്ന് അല്ലെങ്കിൽ ചെലവഴിച്ചെന്ന് മനസ്സിലാകട്ടോ. 603 ദിനങ്ങൾ. ഓക്കെ, എന്തായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും ജാതി മതഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ, സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. മനസ്സിലാക്കുക. ഇതിന് 100ാമത്തെ വാർഷികം ആചരിച്ചത് 2024 മാർച്ച് 30. 2024 മാർച്ച് 30 ആണ്, മറക്കരുത്. ഓക്കെ, 2024 മാർച്ച് 30. ചോദ്യം നമ്പർ 14. ആദ്യത്തെ മലയാളി വനിതാ കേന്ദ്രമന്ത്രിയായ ലക്ഷ്മി എൻ മേനോന്റെ എത്രാമത്തെ ജന്മവാർഷികമാണ് 2024 ആഘോഷിച്ചത്? 125. ആദ്യത്തെ കേന്ദ്ര മന്ത്രിയായ മലയാളിയായ വനിത ലക്ഷ്മി എൻ മേനോന്റെ എത്രാമത്തെ ജന്മവാർഷികം? 125ാമത്തെ ജന്മവാർഷികം 2024 ആഘോഷിച്ചു. ലക്ഷ്മി എൻ മേനോൻ ജനിച്ചത് 1899 മാർച്ച് മാസം 27 തീയതി. ലക്ഷ്മി എൻ മേനോൻ അന്തരിച്ചത് 1994 നവംബർ മാസം 30 മറക്കല്ലേ, മാർച്ച് 27, 1899. നെക്സ്റ്റ് 15ാമത്തെ ചോദ്യമാണ്. ഐക്യരാഷ്ട്ര സഭാ സെക്രട്ടറി ജനറലിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസിൽ പൊളിറ്റിക്കൽ അഫയേഴ്സ് ഓഫീസർ ആകുന്ന ആദ്യ വനിതയാര്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു ഇന്റർനാഷണൽ കറണ്ട് അഫയർ ആണ്, ചരിത്രമായി ബന്ധിപ്പിക്കാവുന്ന ചോദ്യമാണ്. ഐക്യരാഷ്ട്ര സഭാ സെക്രട്ടറി ജനറലിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസിൽ പൊളിറ്റിക്കൽ അഫയേഴ്സ് ഓഫീസർ ആകുന്ന ആദ്യ വനിത ആരാണ്? ജൂദ് അൽഹർത്തി. അവരുടെ പേര് എങ്ങനെയാണ് മലയാളത്തിൽ എഴുതുന്നത്, എങ്ങനെയാണ് ഇംഗ്ലീഷിൽ എഴുതുന്നത് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ജൂദ് വെസൽ അൽഹർത്തി അല്ലെങ്കിൽ ജൂദ് W അൽഹർത്തി എന്ന് പറയും. ഇതാണ് ഇവരുടെ ഫുൾ നെയിം എന്ന് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഐക്യരാഷ്ട്ര സഭാ സെക്രട്ടറി ജനറലിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസിൽ പൊളിറ്റിക്കൽ അഫയേഴ്സ് ഓഫീസർ ആകുന്ന ആദ്യ വനിതയാണ് ജൂദ് അൽഹർത്തി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്, മറ്റൊരു സബ്ജക്ട്, അതായത് ഭരണഘടന എന്ന് പറയുന്ന സബ്ജക്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ദിവസേന നിങ്ങൾക്ക് കിട്ടുന്ന ഇത്തരത്തിലുള്ള ഓരോ ക്ലാസ്സുകൾ, കറണ്ട് അഫയേഴ്സിന്റെ വിവിധ ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ അതേ ദിവസം തന്നെ വാച്ച് ചെയ്ത് അത് നോട്ട് ചെയ്തെടുക്കുക. തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് തരുന്നു, ഈ ക്ലാസ്സുകളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. എസ്പെഷ്യലി LP, UP, LDC, ഡിഗ്രി പ്രിലിംസ്, CBA പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ 2 മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 1.5 മാസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ പരീക്ഷയാണ്. ആ ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായിട്ട് ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. നമുക്ക് നാളെ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. താങ്ക് യു. ബൈ.